രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുകയാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അടക്കമുള്ള നേതാക്കളും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ട്. പെഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിലാണ് കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ കൊല ചെയ്യപ്പെട്ടത്. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തുകയാണ് കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ, കെ.എൻ. ബാലഗോപാൽ അടക്കമുള്ള നേതാക്കളും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, പെഹൽഗാമിൽ മരിച്ച രാമചന്ദ്രന് ആദരാഞ്ജലി അർപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇടപ്പള്ളിയിലെ രാമേന്ദ്രന്റെ വീട്ടിൽ, കൊല്ലപ്പെട്ട രാമേന്ദ്രന്റെ വീട്ടിൽ അദ്ദേഹം എത്തുകയാണ്. മുഖ്യമന്ത്രിക്കൊപ്പം CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്ററുണ്ട്, മന്ത്രി കെ.എൻ. ബാലഗോപാൽ, മൂവരുമുണ്ട്. ഇപ്പോൾ വീടിനകത്തേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉൾപ്പെടെയുള്ളവർ വീടിനകത്തേക്ക് കയറുകയാണ്. രാമേന്ദ്രന്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹം നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാനായാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തീർത്തും അപ്രതീക്ഷിതമായ, ഏറ്റവും നാടിനെയൊക്കെ നടുക്കിയ സംഭവമായിരുന്നു പഹൽഗാമിൽ ഉണ്ടായത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം രാമേന്ദ്രന്റെ മൃതദേഹം പൊതുദർശനം അടക്കം ഉണ്ടായി. പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗികതയോടെയാണ് സംസ്കരിച്ചത്. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി വീട്ടിലേക്ക് നേരിട്ട് എത്തിയിരിക്കുകയാണ്. വീടിനകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അദ്ദേഹം ഇപ്പോൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കൊപ്പം CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാമേന്ദ്രന്റെ ഭാര്യ, ഒപ്പം 2 മക്കൾ, മകനും മകളും ഒക്കെ ഉണ്ട്. ഒപ്പം കൊച്ചുമക്കളടക്കം ഉള്ളവർ ഉണ്ട്. രാമേന്ദ്രനോടൊപ്പം മകളുടെ കൺമുന്നിൽ വെച്ചാണ് രാമേന്ദ്രൻ വെടിയേറ്റ് വീണത്. അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. കൊച്ചുമക്കളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴൊക്കെ അവിടെ നടന്ന ആ സംഭവത്തിന്റെ നടുക്കുന്ന നിമിഷങ്ങളെ കുറിച്ചൊക്കെ മകൾ ആരതി സംസാരിച്ചിരുന്നു. കശ്മീരികളടക്കം തങ്ങൾക്ക് സഹായം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് അന്ന് വിവരിക്കുകയുണ്ടായി. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കുടുംബാംഗങ്ങളെ കാണുന്നു, അവരെ ആശ്വസിപ്പിക്കുകയാണ്, നേരിട്ട് അനുശോചനം അറിയിക്കുകയാണ്. അന്ന് തന്നെ മുഖ്യമന്ത്രി അനുശോചന കുറിപ്പടക്കം പുറത്തിറക്കിയിരുന്നു. ഇപ്പോൾ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാനായാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇടപ്പള്ളിയിലെ രാമേന്ദ്രന്റെ നീരാഞ്ജനം എന്ന വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ കൂടിക്കാഴ്ച നടക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് ഇന്നിപ്പോൾ നേരിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വരുന്നതിന്റെ ഭാഗമായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ B. വിമലാദിത്യ, ജില്ലാ കളക്ടർ NSK ഉമേഷ് അടക്കമുള്ളവർ ഇപ്പോൾ ഈ വീട്ടിൽ ഉണ്ട്. മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ നേരിൽ കാണുന്നു. അദ്ദേഹം ആശ്വസിപ്പിച്ച ശേഷം മടങ്ങി വരും. മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം നേരിട്ട് എത്തിയിരിക്കുകയാണ്. മലയാളിയായ രാമേന്ദ്രനാണ് ഈ 26 പേർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ എടപ്പള്ളി സ്വദേശിയായ രാമേന്ദ്രനും ഉൾപ്പെട്ടു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലുകളുടെ ഭാഗമായി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി കൊല്ലപ്പെട്ടതിന്റെ പിറ്റേന്നാൾ തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന് വലിയ തരത്തിൽ യാത്രയപ്പ്, അന്തിമ യാത്രയപ്പൊക്കെ കേരളം നൽകുകയുണ്ട്. കഴിഞ്ഞ ദിവസം രാമേന്ദ്രന് വിട നൽകുന്നതൊക്കെ കേരളം കണ്ടതാണ്. ഒപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ നേരിട്ട് കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കാനായി ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ വീടിന് അകത്താണ്, കുടുംബാംഗങ്ങളെ നേരിൽ കാണുകയാണ്. ഷമി, തീർച്ചയായും ഈ കൊലപാതകത്തിന് ശേഷം, അതായത് രാമചന്ദ്രൻ്റെ മകളുടെ മുന്നിലാണ്, ആ മകളുടെ 2 ഇരട്ടക്കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് രാമചന്ദ്രൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. സാധാരണ ഒരു മനുഷ്യൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു വന്ന മകൾ ആതിര ഇതിന് ശേഷം നടത്തിയ ആ ഒരു പ്രതികരണം ഒരുപക്ഷെ കേരളം ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രൗഢമായ, എലഗൻ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. ഒരു മതവിഭാഗത്തെ ആകെ തന്നെ കൈ ചൂണ്ടി പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ഒരു ശ്രമം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആരതി ആ രീതിയിൽ ഒരു പ്രതികരണം നടത്തുന്നത്. അതൊരു പക്ഷേ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ അത്രമാത്രം അത് ആശ്വസിപ്പിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ എല്ലാം ഒരു വലിയ ആശ്വാസമായി മാറിയതും നമ്മൾക്കെല്ലാം അത് കേൾക്കാൻ
കഴിഞ്ഞതും. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും ധനമന്ത്രിയും അടക്കമുള്ളവർ അവരുടെ വീടുകളിലേക്ക് വരുന്നത്. സ്വന്തം നഷ്ടത്തിന് ഉപരി സമൂഹത്തിൻ്റെ പൊതുവായ ഒരു നന്മയെ ആ പെൺകുട്ടി കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഉമേഷ്. തീർച്ചയായിട്ടും അത് എല്ലാവരും കേരളം കേട്ട ഒരു പ്രതികരണം തന്നെയാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ വിദ്വേഷ പ്രചരണമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ അടക്കം അത്തരം വിദ്വേഷ പ്രചരണത്തിന് പലരും ശ്രമിച്ചിരുന്നു. പക്ഷേ അത്തരം പ്രചാരണങ്ങളുടെയൊക്കെ മുന്നോടിക്കുന്നതായിരുന്നു ഈ രാമേന്ദ്രന്റെ മകൾ ആരതിയുടെ പ്രതികരണം. ആരതി വളരെ കൃത്യമായി തന്നെ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. അവിടേക്ക് പോയതും അവിടെ ഇപ്പോൾ അപ്രതീക്ഷിതമായി ഈ മരത്തിന്റെ പിറകിൽ നിന്ന് ഈ ഭീകരവാദികൾ വരികയും ഓരോ ഗ്രൂപ്പിനടുത്തെത്തുകയും എന്തൊക്കെയോ ചിലത് പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ നിറവേറ്റ സംഭവത്തെക്കുറിച്ചൊക്കെ ആരതി വിവരിച്ചതാണ്. തന്റെ കൺമുന്നിൽ വെച്ചാണ് ഈ ഭീകരവാദികൾ അച്ഛനെ നേരെ വെടിയുതിർത്തത്. പിന്നീട് തനിക്ക് നേരെ ചൂണ്ടി. അപ്പോൾ മക്കൾ ഉറക്കെ കരഞ്ഞപ്പോൾ അവർ പിന്തിരിഞ്ഞു. ആ സമയത്താണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ഏതാണ്ട് ഈ കാട്ടിലൂടെ കുറെ ദൂരം ഓടി പിന്നീട് എത്തിയത് ഈ കശ്മീരികളാണ്. പിന്നീട് തങ്ങൾക്ക് അഭയം നൽകിയത്. സഹോദരന്മാരെ പോലെ രണ്ടുപേർ ഉണ്ടായിരുന്നു. അവരാണ് പിന്നീട് തങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകിയത് എന്നുള്ളതായിരുന്നു ആരതി വിശദീകരിച്ചത്. ഒപ്പം പിന്നീട് അന്ന് രാത്രി തന്നെ ഈ രാമേന്ദ്രന്റെ മൃതദേഹം തിരിച്ചറിയാനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഒക്കെ ഈ കശ്മീർ സഹോദരങ്ങളായിരുന്നു. അവരൊരിക്കലും മറക്കാൻ പറ്റുന്നല്ല. അവർ അത്രമേൽ സഹായമാണ് ആ ഘട്ടത്തിൽ തങ്ങൾക്ക് നൽകിയത് എന്നൊക്കെ ആരതി പറഞ്ഞത് കേരളം കണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ഇത്തരമൊരു സംഭവത്തിന്റെ മറവിൽ അല്ലെങ്കിൽ അതിന്റെ ചുവട് പിടിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് നേരെയുള്ള വിദ്വേഷ പ്രചരണം അത് ഒരു ഘട്ടത്തിലും അത് അനുവദിക്കാവുന്നതല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ആരതിയുടെ പ്രതികരണം. അതിനുശേഷം ഒട്ടേറെ പേർ CPM നേതാക്കൾ തീർച്ചയായും ഉമേഷ്, മനുഷ്യന്റെ ആ ഒരു വൈകാരികതയെ ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് മുകളിലാണ് ആരതിയുടെ ആ ഒരു വാക്കുകൾ നമ്മൾ കേട്ടത്. അവരുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും ധനമന്ത്രിയും അടക്കമുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.